ഹായ് ഫ്രണ്ട്സ്, ഷിംജിത്താണ്. ഉദയ്പൂർ വിസിറ്റിലുള്ള അവസാനത്തെ വീഡിയോ ആണിത്. ഉദയ്പൂർ എത്തിയതിനു ശേഷം ഉദയ്പൂർ സിറ്റി പാലസ്, അഹാർ, ചിത്തോഡ്ഗഡ് ഫോർട്ട് ഇവയെ പറ്റിയൊക്കെയുള്ള വീഡിയോസ് നിങ്ങളിലെത്തിക്കഴിഞ്ഞു. വീഡിയോസൊക്കെ കണ്ടിരിക്കുമെന്ന് കരുതുന്നു. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്. ഉദയ്പൂർ ടൗണിൽ നമ്മൾ അവസാനമായിട്ട് സന്ദർശിച്ച സ്ഥലമാണ് മഹാറാണ പ്രതാപ് മെമ്മോറിയൽ. മഹാറാണ പ്രതാപ് എന്ന് കേൾക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവും എന്ന് കരുതുന്നില്ല. കാരണം അത്രത്തോളം പ്രസിദ്ധനായ ഒരു രജപുത്ര രാജാവായിരുന്നു മഹാറാണ പ്രതാപ്. ഉദയ്പൂർ ആസ്ഥാനമാക്കി മേവാർ രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു മഹാറാണ പ്രതാപ്. 1572 മുതൽ 1597 വരെയായിരുന്നു മഹാറാണ പ്രതാപിൻ്റെ ഭരണകാലം. ഈ ഭരണകാലത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ കാലഘട്ടം തന്നെയാണ് മുഗൾ രാജാവായ അക്ബറിൻ്റെത്. മുഗൾ സാമ്രാജ്യത്തിൻ്റെ പ്രതാപകാലമായിരുന്നത്. മുഗൾ ചിത്തോർഗഡ് ആക്രമിച്ച് കീഴടക്കിയിരുന്നു. ചിത്തോർഗഡിൽ നിന്ന് പലായനം ചെയ്ത ഉദയ് സിംഗ് രണ്ടാമൻ്റെ മകനാണ് ശരിക്കും മഹാറാണ പ്രതാപ്. ഉദയ് സിംഗ് രണ്ടാമനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഉദയ്പൂർ നഗരത്തിൻ്റെ സ്ഥാപകനാണ് ഉദയ് സിംഗ് രണ്ടാമൻ. ചിത്തോർഗഡ് മുഗളന്മാർ കീഴടക്കിയതിന് ശേഷം അവിടുന്ന് പലായനം ചെയ്ത് വന്ന ഉദയ്പൂരിൽ ഒരു നഗരം തന്നെ അവർ സ്ഥാപിക്കുകയായിരുന്നു. 1572 ഉദയ് സിംഗ് രണ്ടാമൻ്റെ മരണത്തോടെയാണ് മഹാറാണ പ്രതാപ് അധികാരമേൽക്കുന്നത്. പക്ഷേ എല്ലാ രാജവംശത്തിലും ഉണ്ടാകുന്നത് പോലെ തന്നെ ചേട്ടാനിയന്മാർ തമ്മിലുള്ള തർക്കം ഇവിടെയും ഉണ്ടായിരുന്നു. മഹാറാണ പ്രതാപിൻ്റെ അനിയനായ ജഗ്മൽ റാണപ്രതാപുമായി തെറ്റിപ്പിരിയുകയും അക്ബറിൻ്റെ അഭയം സ്വീകരിക്കുകയും ചെയ്തു. ഇതാണ് അക്ബറിനെ ഉദയ്പൂർ ആക്രമിക്കാൻ പ്രധാനമായും പ്രേരിപ്പിച്ചത്. ഗുജറാത്തിലേക്ക് തൻ്റെ സാമ്രാജ്യം വ്യാപിപ്പിക്കാൻ അക്ബറിന് ഉദയ്പൂരിനെ കീഴടക്കിയേ മതിയാവുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ അക്ബർ ഉദയ്പൂരിനെ കീഴടക്കാൻ തീരുമാനിച്ചു. മാൻസിംഗ് എന്ന ഒരു രജപുത്ര സൈന്യാധിപന്റെ നേതൃത്വത്തിൽ മുഗൾ സൈന്യം ഉദയ്പൂരിനെ ആക്രമിച്ചു. ഗോകുണ്ടയ്ക്കടുത്തുള്ള ഹൽദി ഘാട്ടി എന്ന ചുരത്തിൽ വെച്ചായിരുന്നു ഈ യുദ്ധം നടന്നത്. ഏകദേശം 3000-ഓളം വരുന്ന ഉദയ്പൂർ സൈന്യവും 10,000-ഓളം വരുന്ന മുഗൾ സൈന്യവുമായിരുന്നു ഏറ്റുമുട്ടിയത്. യുദ്ധത്തിൽ മഹാറാണ പ്രതാപ് വളരെ മാരകമായി പരിക്കേൽക്കപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചേതക് എന്ന കുതിര യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടു. യുദ്ധത്തിൽ വിജയിച്ചെങ്കിലും മഹാറാണ പ്രതാപിനെ പിടിച്ചു കെട്ടാനോ വധിക്കാനോ മുഗൾ സൈന്യത്തിന് കഴിഞ്ഞില്ല. രക്ഷപ്പെട്ട പ്രതാപ് ഉദയ്പൂരിൽ തിരിച്ചെത്തി. തുടർന്ന് അക്ബർ നേരിട്ട് യുദ്ധത്തിന് വരികയും ഗോകുണ്ട, ഉദയ്പൂർ, കുംഭാൽഗഡ് അങ്ങനെ മൊത്തത്തിൽ മേവാർ രാജ്യം തന്നെ കീഴടക്കുകയും ചെയ്തു. 1579 ആയപ്പോഴേക്കും മറ്റ് അതിർത്തികളിലുള്ള പ്രശ്നം കാരണം അക്ബറിന് മേവാറിന് മുകളിലുള്ള നിയന്ത്രണം അല്പാൽപമായി നഷ്ടപ്പെട്ടു തുടങ്ങി. 1584 വീണ്ടും മേവാറിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ അക്ബർ ശ്രമിച്ചെങ്കിലും നടന്നില്ല. 1585 അക്ബർ ലാഹോറിലേക്ക് പോവുകയും പിന്നീടുള്ള കാലം അവിടെ തന്നെ സ്ഥിരതാമസം ആക്കുകയും ചെയ്തു. ഈ സമയത്ത് മഹാറാണ പ്രതാപ് വീണ്ടും തൻ്റെ സൈന്യത്തെ തയ്യാറാക്കുകയും മുഗളന്മാർ കീഴടക്കി വെച്ചിരുന്ന ഓരോരോ കോട്ടകളായി തിരിച്ചു പിടിക്കാനും തുടങ്ങി. 1597 56-ാമത്തെ വയസ്സിൽ ഹണ്ടിങ്ങിന് പോയപ്പോൾ ഉണ്ടായ ഒരു അപകടത്തിലാണ് മഹാറാണ പ്രതാപ് മരിച്ചത് എന്ന് കരുതപ്പെടുന്നു. മേവാർ രാജ്യത്തിന്റെ ഭൂരിഭാഗവും തിരിച്ചു പിടിക്കാൻ മഹാറാണ പ്രതാപിന് സാധിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്ന ചിത്തോർഗഡ് ഫോർട്ട് തിരിച്ചു പിടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. മഹാറാണ പ്രതാപിന് 10 ഭാര്യമാരായിരുന്നു ഉണ്ടായിരുന്നത്. 10 ഭാര്യമാരിലായി 22 ആൺമക്കളും 5 പെൺമക്കളും ഉണ്ട്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം നിലനിന്ന രാജവംശം എന്ന് വേണമെങ്കിൽ നമുക്ക് മേവാറിലെ സിസോദിയ രാജ്പുത് രാജവംശത്തെ പറയാം. 1326 മുതൽ 1971 വരെ തുടർച്ചയായി ഇവിടെ രാജാക്കന്മാരുണ്ടായിരുന്നു. 33 രാജാക്കന്മാർ ഭരിച്ച മേവാർ രാജ്യത്തിലെ 13ാമത്തെ രാജാവായിരുന്നു മഹാറാണ പ്രതാപ്. മഹാറാണ എന്നുള്ളത് മേവാർ രാജവംശത്തിലെ രാജാക്കന്മാരുടെ ടൈറ്റിലാണ്. ഉദയ്പൂർ സിറ്റി പാലസിലെ പോലെ തന്നെ ഇവിടെയും വലിയ എൻട്രി ഫീസും പാർക്കിംഗ് ഫീസും ഒക്കെ ഉണ്ട്. ഇതും ഒരു ട്രസ്റ്റിൻ്റെ കീഴിലാണ്, ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലല്ല. മ്യൂസിയം എന്ന് പറഞ്ഞാൽ മ്യൂസിയത്തിൽ അധികം കാഴ്ച വസ്തുക്കളൊന്നും തന്നെ ഇല്ല. മഹാറാണ പ്രതാപിൻ്റെ പടച്ചട്ട, വാള്, പിന്നെയുള്ളത് കുംഭാൽഗഡ്, ചിത്തോർഗഡ്, ഹൽദിഗഡ് മുതലാളി ഇവിടെ മിനിയേച്ചറാണ്. പിന്നെ രസകരമായ ഒരു കാര്യം ഇവിടെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാറാണ പ്രതാപിൻ്റെ വാള് നമുക്ക് ഉയർത്തി നോക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇവിടെ ഉണ്ട്. അതായത് അത്രയും ഭാരമുള്ള വാളായിരുന്നു മഹാറാണ പ്രതാപ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ആ വലിയ വാള് ഇവിടെ, അത്രയും വെയിറ്റുള്ള ഒരു വാൾ ഇവിടെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, അത് ഉയർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അങ്ങനെ
ഉദയ്പൂർ ട്രിപ്പിൻ്റെ വീഡിയോകൾ ഇതോടെ കഴിയുകയാണ്. ഇനി മറ്റൊരു ട്രിപ്പിലെ വീഡിയോകളുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ.